ഷാജി ദ്രാവിഡിൻ്റെ അനുസ്മരണ സമ്മേളനമാണ്, യോഗമാണ് മേലിൽ നടക്കുന്നത്. ഷാജിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും, ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയിലും, ഒരു സഹോദരൻ എന്നുള്ള നിലയിലുമൊക്കെ ഷാജിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. എന്നാലും എനിക്ക് ഷാജിയെക്കുറിച്ച് ഉള്ള എൻ്റെ മനസ്സിൽ ഓടി വരുന്ന പെട്ടെന്നുള്ള ഓർമ്മ, ആരെയും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സഹായിക്കാനും അവരുടെ ആപത്ത് ഘട്ടങ്ങളിൽ കൂടെ നിന്ന് അവസാനം വരെ അവരുടെ കൂടെ നിൽക്കുന്ന ഷാജി, മറ്റെല്ലാം മറന്ന് സഹകരിക്കുന്ന ഉള്ള അപൂർവം ചില ക്വാളിറ്റികളിൽ ഉള്ള ഒരാളായിരുന്നു ഷാജി. ഒരുപാട് വിയോജിപ്പുകളുണ്ടെങ്കിൽ പോലും ഷാജി എന്ന് പറയുന്ന സഹപ്രവർത്തകൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് പലപ്പോഴും അത് മാതൃകയായി നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. സ്നേഹിക്കുന്നവരോട് 100% സത്യസന്ധമായി സ്നേഹിക്കാനും ആത്മാർത്ഥമായി സഹകരിക്കാനും കഴിയുന്ന ഒരു മനുഷ്യൻ. ഒരിക്കൽ പോലും ഒരാളോടും അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത വെച്ച് പുലർത്തിയിട്ടുള്ളതായിട്ടോ എനിക്കറിയില്ല. ഒപ്പം തന്നെ ആരെക്കുറിച്ചും ഒരിക്കലും ഒരു മോശം, അത് ശത്രുവാണെങ്കിൽ കൂടി മോശമായ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കാറില്ല. ഉപയോഗിച്ചു അല്ലെങ്കിൽ സംസാരിച്ചോ ഞാൻ കേട്ടിട്ടില്ല. അതൊരു വലിയ ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, തനിക്ക് തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആരായിരുന്നാലും അവരോട് ക്ഷമ പറയാൻ, തെറ്റ് പറ്റിയത് ഏറ്റു പറയാൻ അത് ഒരു മടിയും അദ്ദേഹം കാണിച്ചിരുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു യോഗ്യതയാണ്. ഇന്ന് പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചാൽ, ചൂണ്ടിക്കാണിച്ചാൽ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ലോകത്ത് തെറ്റ് ഏറ്റുപറഞ്ഞ് തെറ്റ് കണ്ട തിരുത്താനും അതിന് പ്രായമോ അവരുടെ അവരുടെ ക്വാളിഫിക്കേഷനോ യോഗ്യതയോ ഒന്നും നോക്കാതെ ആര് പറഞ്ഞാലും, തന്നേക്കാൾ ഇളയവർ പറഞ്ഞാലും തന്നേക്കാൾ മുതിർന്നവർ പറഞ്ഞാലും തെറ്റാണെങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ അത് തിരുത്താൻ മനസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്ര പെട്ടെന്ന് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് ഷാജിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയൂ. കാരണം ഷാജിയെ പോലുള്ള ഒരാൾക്കാർ, പ്രത്യേകിച്ച് അംബേദ്കറേറ്റ് പ്രവർത്തന മേഖലകളിൽ അതേപോലെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സമയത്താണ് വളരെ അപൂർവ ജനസിൽപ്പെട്ട മനുഷ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. ആ ഒരു വേദന അതെന്നും ഒരു വേദനയായി നമുക്ക് അവശേഷിക്കും. കുറേ കാലത്തേക്കെങ്കിലും ഷാജിയുടെ ആ വിടവ് നമുക്ക് നികത്താൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എനിക്ക് ഷാജിയെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കാനാണ്. ഷാജി എന്ന വ്യക്തി, ഷാജി എന്നയാൾ എൻ്റെ സഹോദരനാണ്, എൻ്റെ ഭർത്താവിൻ്റെ അനിയനാണ്. ഷാജിയുടെ ഈ മരണം, ഈ നഷ്ടം ഞങ്ങൾക്കെല്ലാവർക്കും കുടുംബത്തിൽ വലിയ ദുഃഖമാണ്. ഞങ്ങൾ ചേട്ടൻ അനിയന്മാർ അപ്പന്മാരിൽ 4 പേരാണ്. അതിൽ 15 മക്കളിൽ ഒരാളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഷാജിയുടെ വേർപാട് വളരെയേറെ വേദന, ഞങ്ങളിൽ ഉള്ള വേദനകൾ വലിയ മാറിയിട്ടില്ല. ഞങ്ങൾക്കൊന്നും ഉറക്കമില്ലാത്ത ആളുകളാണ്. ഇതിൻ്റെ ഷാജിയുടെ വേർപാട്, ഷാജിയെ ഞാൻ ഈ കുടുംബത്ത് വന്ന് കഴിഞ്ഞ് ആദ്യമായിട്ട് കാണുമ്പോൾ അനിൽ എന്ന ഒരു പേരാണ് എന്നോട് പറഞ്ഞത്. ഒഫീഷ്യൽ നെയിമാണ് ഷാജി. അനിൽ എന്ന ഒരു പേര് കൂടിയുണ്ട്. അനിൽ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. വീട്ടിലെ വിളിപ്പേര് അനിൽ എന്നാണ്. ആ അനിൽ എന്നുള്ള ആ ഒരു നാമം ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനാണോ എൻ്റെ അനിയനാണോ എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലുള്ള ഒരു സഹകരണമാണ്. നമ്മുടെ ദുഃഖങ്ങളും എന്ത് കാര്യമുണ്ടെങ്കിലും അനിലോട് നമുക്ക് തുറന്ന് പറയാം. നമുക്ക് ഓരോ അറിവുകൾ പറഞ്ഞു തരുന്ന ഒരു വ്യക്തിത്വമാണ് ഷാജി ജോർജ്. ഏറ്റവും കൂടുതൽ അനിയൻ എന്നെ ചേട്ടത്തി എന്ന് വിളിച്ച് എന്നെ കഴിഞ്ഞും പ്രായത്തിൽ മുതിർന്നായാലും എന്നെ ചേച്ചി എന്ന് അഭിസംബോധന ചെയ്ത് എന്നോട് സംസാരിക്കാറുള്ളൂ. നല്ല ഒരു വ്യക്തിത്വമാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. ഷാജിക്ക് വേണ്ടി ഓർമ്മ നേർന്നുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ബാല്യകാല കൂട്ടുകാരൻ ഷാജി ദ്രാവിഡ്
വേർപെട്ടിട്ട് ഇന്ന് 12 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നിരവധി സൗഹൃദ വലയം ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും ഷാജിയും ഞാനും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് ഏതാണ്ട് 80കളുടെ മധ്യ കാലഘട്ടത്തിന് ശേഷം. ഷാജി ചെങ്ങന്നൂർ ബോയ്സ് ഹൈസ്കൂൾ പരിപാടികളിലും അതിനേക്കാൾ ഉപരി മാർത്തോമാ സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ നേതൃസ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്ത്. വളരെ ചെറുപ്പത്തിലെ തന്നെ വിവാഹിതനാകുകയും 2 കുട്ടികളുടെ പിതാവാകുകയും ചെയ്ത എൻ്റെ സുഹൃത്ത്, അതിനുശേഷവും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ ആത്മാർത്ഥതയുള്ളതായി നിലനിന്ന് പോന്നിരുന്നു. ഇക്കാലം മാത്രമേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയായി വ്യക്തിപരമായി അവരെയും അവർക്ക് എന്നെയും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ള മുഴുവൻ പേരെയും, എൻ്റെ അമ്മാവന്മാരായാലും കുഞ്ഞമ്മമാരായാലും മറ്റ് ബന്ധുക്കളെയായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കുടുംബ ഒരു ബന്ധു എന്നുള്ള നിലയിലായിരുന്നു. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രശ്നമായിരിക്കും, എന്നാൽ അദ്ദേഹത്തിന് മഞ്ഞപ്പിത്തം ഇല്ല എന്ന് അറിയാൻ കഴിയുകയും ഹോസ്പിറ്റലിൽ RCCയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞാനാണ് കൂട്ടുപോയത്, അയാളുടെ ബൈസ്റ്റാൻഡറായിട്ട് ഞാനാണ് പോയത്. അവിടെ എത്തി ഞങ്ങൾ ഡോക്ടറെ കണ്ടു എല്ലാ ചികിത്സാ രേഖകളും ഉണ്ട്. അതായത് ശരീരത്തിൻ്റെ മറ്റൊരു അവയവങ്ങൾക്ക് യാതൊരു കേടുപാടുകളോ പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ യാതൊരു അസുഖങ്ങളും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹമാണ് വണ്ടി ഓടിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ പോയത്. ഹോസ്പിറ്റലിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള തിങ്കളാഴ്ച ഡോക്ടറെ കാണാൻ പോകുന്ന ദിവസത്തിൻ്റെ ഞായറാഴ്ച ഞങ്ങൾ രണ്ടും കൂടെ മാവേലിക്കരയിൽ നിന്നും ഞങ്ങൾ ട്രെയിനിൽ കയറുമ്പോൾ യാതൊരു ആരോഗ്യ പ്രശ്നം, എന്നേക്കാൾ വളരെ ആരോഗ്യവാനായി വളരെ ഉല്ലാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഡോക്ടറെ കണ്ടത്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഒരു ചെറിയ ഒരു സിംറ്റം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ചെറിയൊരു ടിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരു ചെറിയ സർജറി അങ്കലാപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അതിനെ എതിർക്കാൻ പോയി. അപ്പം അതിനുവേണ്ട സാങ്കേതിക സഹായങ്ങൾ ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോവുകയും പാർട്ടിയുടെ ആരാധ്യനായ നേതാവ് മുരളീധരൻ കൊച്ചേരിലും സന്തോഷ് പാലക്കുംപാടനും അതുപോലെ പാർട്ടി നേതാക്കളും അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാരിറ്റബിൾ സംഘടനയായ ഓർമ്മക്കൂട്ടത്തിൻ്റെ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായി തന്നെ ഇതിൻ്റെ സാമ്പത്തികത്തിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി ഇടപെടുകയുണ്ടായി. എന്നാൽ അമൃത ഹോസ്പിറ്റലിലെത്തി അവർക്ക് നിർദ്ദേശം കിട്ടിയത് ഈ ടെസ്റ്റ് ഇടണ്ട, മൊത്തം സർജറി അവിടെ ഒന്നിച്ച് ചെയ്യാം, അതുകൊണ്ട് 2.25 ലക്ഷം രൂപയാകത്തുള്ളത്, മൊത്തം ഇവിടെ ചെയ്ത് 2.25 ലക്ഷം, 4ാമത്തെ ദിവസം വീട്ടിൽ പോകാമെന്നാണ് തെറ്റിദ്ധരിപ്പിച്ചത് അമൃത ഹോസ്പിറ്റലിൽ. പക്ഷേങ്കിൽ ചികിത്സയുടെ ദിവസങ്ങൾ കഴിയുന്തോറും അവർ നിങ്ങൾ പൈസ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈ രോഗി നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തന്നെ മരിച്ചു വീണ് നിങ്ങൾ കാണേണ്ടി വരും എന്ന് ഡോക്ടർ ഭീഷണിപ്പെടും. അപ്പം അവിടെ ചികിത്സയാണോ നടക്കുന്നത്, അതവിടെ കൊലപാതകമാണോ നടക്കുന്നതെന്ന് ഞാൻ ആശ്ചര്യപ്പെട്ടു. കാരണം വളരെ എന്താണ് പറയുന്നത്, ദൈവത്തിൻ്റെ അടുത്ത ആളാണ്, സ്വന്തം ആളാണ്, ഞങ്ങളുടെ ചാരിറ്റി ഹോസ്പിറ്റലാണ്, പാവങ്ങൾക്ക് നീതി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പ്രലോഭിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ മാർച്ച് 11-ന് എന്നെയും അവനെ സ്നേഹിക്കുന്ന നിരവധി സുഹൃത്തുക്കളെയും അവൻ്റെ ബന്ധുക്കളെയും അവൻ്റെ മക്കളെയും ഭാര്യയെയും അമ്മയെയും, അമ്മയ്ക്കൊരു മകനേ ഉള്ളൂ, ആ മകനെയും ആ അമ്മയെയും വേദനിപ്പിച്ചുകൊണ്ട് അവന് കഴിഞ്ഞ മാർച്ച് 11-ന് ഈ ലോകത്തോട് വിട പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഒരു ക്രൂരമായ കൊലപാതകമാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം RCC എന്ന് പറയുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ മഞ്ഞപ്പിത്തം കുറച്ചിട്ട് ഇത് സർജറി നടത്തി ഇത് ക്ലിയറാക്കി വിടാം എന്ന് പറഞ്ഞിടത്തു നിന്നാണ് അമൃത എന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ കൊള്ള സങ്കേതത്തിലേക്ക്, ആ കശാപ്പ് ശാലയിലേക്ക് അവനെ എത്തിച്ച് അവൻ്റെ ജീവൻ അമൃത ഹോസ്പിറ്റൽ അപഹരിച്ചെടുത്ത് എന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ മരണശേഷം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, സർജറി നടത്തി അവൻ്റെ ശരീരത്ത് അവയവങ്ങളുണ്ടോ, കിഡ്നിയോ, കാര്യം കിഡ്നികൾക്കും അവൻ്റെ ശരീരത്തെ യാതൊരു അവയവങ്ങൾക്കും ഒരു കേടുപാടുമില്ല എന്നും അതിനു മുമ്പ് തെളിയിച്ച മെഡിക്കൽ സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി സർജറി നടത്തണമെന്ന് ഞാൻ ശക്തമായി വാദിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളും മറ്റു ചില സുഹൃത്തുക്കളും എന്നെ
എൻ്റെ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ പ്രിയ ചങ്ങാതിയുടെ എൻ്റെ പ്രിയ മിത്രത്തിൻ്റെ അവനെൻ്റെ ജ്യേഷ്ഠനാണോ അനിയനാണോ സഹോദരനാണ്, നേരെ സഹോദരങ്ങളില്ലാത്ത എനിക്ക് 38 വർഷമായിട്ടുള്ള സൗഹൃദം അവനെൻ്റെ ഒരു സഹോദരന് എന്ത് പറഞ്ഞാലും ഇന്ന് അവനില്ല. അതിന് സംഭവിച്ച നാളുകളിൽ എനിക്ക് ഇവിടുത്തെ പൊതുസമൂഹത്തോട് ഈ വിഷയത്തെക്കുറിച്ച് മാത്രം പറയാനുള്ളത്, നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. വെന്റിലേറ്ററിൽ കിടന്നാൽ മരിച്ച് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ എന്തായാലും മരിക്കുമല്ലോ. അല്പം വെള്ളം കുടിച്ച് മരിക്കുന്നതല്ല നല്ലത്. വീട്ടിൽ കിടന്ന് മരിക്കാം. ക്യാൻസർ എല്ലാവർക്കും വരുന്നുണ്ടല്ലോ. എല്ലാ സാധനം, വാഴയ്ക്ക് ക്യാൻസർ വരുന്നില്ലേ, മൃഗങ്ങൾക്ക് വരുന്നില്ലേ, വണ്ടിക്ക് കേടുപാട് സംഭവിക്കുന്നില്ലേ, അങ്ങനെ ഇപ്പം ഭയങ്കര അതിഭയങ്കരമായ ചൂടല്ലേ, ഇതിനെല്ലാം നമ്മൾ തരണം ചെയ്യില്ല. കൊറോണയെ തരണം ചെയ്തില്ല. കൊറോണയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കാത്തൊരു വ്യക്തിയാണ്. പക്ഷെ അത് പറഞ്ഞാൽ നിർഭാഗ്യവശാൽ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. എന്തു തന്നെ ആയാലും എൻ്റെ സുഹൃത്ത് ഇല്ലാതായി, അവനെ ഈ ലോകത്ത് ഇല്ലാതാക്കിയതാണെന്ന്, ഇതൊരു ഒരു കൊലപാതകമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. കാര്യം അതല്ലാന്ന് തെളിയിക്കുന്ന രേഖകളൊന്നും നിലവിലില്ല. എൻ്റെ സുഹൃത്തിന് അവനെ നഷ്ടപ്പെട്ട വേദന ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിച്ച് ഈ പൊതുസമൂഹത്തിന് അവൻ നൽകിയ സേവനങ്ങൾ വിസ്മരിക്കാൻ പറ്റാത്തതാണ്. ഒരു നല്ല ഒരു എഴുത്തുകാരനായിരുന്നു, ഒരു കവിയായിരുന്നു, ഒരു രചയിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അദ്ദേഹത്തെ കൊണ്ട് തിരക്കഥ എഴുതിച്ചു ചെയ്യാനുള്ള ഒരു പരിപാടി കൊണ്ടുവന്ന ഒരു സംവിധാനം അദ്ദേഹത്തെ സമീപിച്ചു. ഇതിനിടയ്ക്ക് അയാൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തായിരുന്നു. ഇത് ഒരുപക്ഷെ സ്ക്രീനിൽ കാണാൻ കഴിയും. എങ്കിലും അവൻ്റെ നഷ്ടം എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറന്നിട്ട് വേണ്ടേ ഓർക്കാൻ, മറക്കാൻ കഴിയില്ല. ഞാൻ ഉള്ളിടത്തോളം കാലം ഞാൻ മറക്കില്ല എൻ്റെ സുഹൃത്തിന്. എൻ്റെ പേര് ജയപ്രകാശ് കരിപ്പഴ എന്നാണ്. എൻ്റെ സുഹൃത്തും സഹയാത്രികനുമായിരുന്ന ഷാജി ദ്രാവിഡിൻ്റെ ഒരു അനുസ്മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാനിപ്പോൾ മാവേലിക്കരയിലെത്തിയത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബഹുമുഖ വ്യക്തിത്വം എന്നാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ് അതിൻ്റെ കാരണം. ഞങ്ങൾക്കിടയിൽ അദ്ദേഹം ഷാജി ദ്രാവിഡും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കുടുംബക്കാർക്ക് ഷാജി ടി ജോർജും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാർക്കടിലും ഒക്കെ മാറിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഞാൻ ഈ പേരുകൾ പലതവണ ആവർത്തിച്ച് പ്രത്യേകം പറഞ്ഞത് അദ്ദേഹത്തെ പല കോണുകളിൽ നിന്നുകൊണ്ട് പല വ്യക്തിത്വങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു പോരാളിയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി എല്ലാ തരത്തിലും ശബ്ദം ഉയർത്തുകയും അതിനൊപ്പം പോരാടുകയും ചെയ്ത വ്യക്തി. ഒരുപക്ഷെ അനേകമായിരം വാട്സപ്പ് ഗ്രൂപ്പുകളുള്ള കേരളത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും വിവിധ സാമുദായിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും വിവിധ ചിന്താഗതികളുള്ള ആൾക്കാരെയൊക്കെ കേരളത്തിലുള്ള 14 ജില്ലയിൽ നിന്ന് കോർത്തിണക്കിയ ഒരു ഗ്രൂപ്പ് സംഘടിപ്പിക്കുക, ആശയവാദ പ്രതിവാദങ്ങൾ അതിലൂടെ സംഘടിപ്പിക്കുക, അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി പറയുക. മാത്രവുമല്ല, ഈ രാജ്യത്ത് അല്ല നമ്മുടെ നാട്ടിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട, ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട ഒരു സമൂഹത്തെ സഹായിക്കുവാൻ വേണ്ടി ഓർമ്മക്കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ട്രസ്റ്റ് രൂപീകരിക്കുകയും അത് രജിസ്റ്റർ ചെയ്ത് മുൻകൂട്ട് വളരെ ശക്തമായി കൊണ്ടുപോവുകയും ചെയ്തവരാണ്. ഒരുപക്ഷെ അദ്ദേഹം ആദ്യവും അവസാനം എഴുതിയൊരു പുസ്തകം ശേഷിക്കുന്നവർ എന്നൊരു പുസ്തകമായിരുന്നു. ആ ശേഷിക്കുന്നവർ ഞങ്ങളുടെ ഓർമ്മയായി നിലനിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് മുമ്പിൽ ഞാൻ ആദരാഞ്ജലികൾ രേഖപ്പെടുത്തുന്നു. ജയ് ഭീം, ജയ് ബ്ലാക്ക് സല്യൂട്ട്. പ്രിയ ഷാജി സാറിൻ്റെ ഇന്നത്തെ ഒരു ഓർമ്മ ദിവസം ആയിട്ടാണ് നമ്മളിവിടെ എല്ലാവരും കൂടിയത്. ശരിക്കും പറഞ്ഞാൽ ഷാജി സാറിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഓർമ്മക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ്. നമ്മൾ ശരിക്കും ഒരു അദ്ദേഹത്തെ കൂടുതലായിട്ട് മനസ്സിലായത് ആ ഗ്രൂപ്പിൻ്റെ രക്ഷാധികാരിയായിരുന്നു. അതിലുപരി നമ്മുടെയൊക്കെ ഒരു ഫാമിലിയുടെ എല്ലാ കാര്യങ്ങൾക്കും പുള്ളി സജീവമായി സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്കറിയാം, നമ്മളെല്ലാവരുടെയും ഒരാളുടെ ആബ്സെൻസിലാണ് നമ്മളെപ്പോഴും അവരുടെ പോസിറ്റീവുകളും അവരുടെ നല്ലതിനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ ഈ ദിവസം എനിക്ക് തോന്നുന്നു ഒരു 12 ദിവസത്തിൽ കൂടുതലായി അദ്ദേഹം മരിച്ചിട്ട്, എങ്കിലും ഇപ്പോഴും ഈ നിമിഷം ഇന്ന് രാവിലെ മുതൽ
എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മാത്രമാണ്. അദ്ദേഹം നമുക്ക് തന്ന ഓരോ മോട്ടിവേഷനുകളും സംസാരങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് ഫുൾ ആ ഓർമ്മയിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ഇത്രയും 4 മണിയായിട്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നമ്മൾ എടുത്തു പറയാൻ പറ്റുന്ന ഒരു എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വലിയൊരു സംഘടനാ പാഠം, നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് തന്നെ നമ്മൾ പൊതുവെ കാണപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ കേരളത്തിലെ പല ഏരിയയിലുള്ള ആൾക്കാരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ഒറ്റക്കെട്ടോടെ അല്ലെങ്കിൽ ഒറ്റ ഒരു മോട്ടിവേഷനിലൂടെ ഒരു വിഷനിലൂടെ ഈ ഒരു ഗ്രൂപ്പ് ഒക്കെ ചലിപ്പിക്കാൻ പറ്റുന്ന പ്രിയ ഷൈസാറിൻ്റെ ഒരു വലിയ ക്വാളിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കണ്ട് പല ചർച്ചകളിലൂടെയും എല്ലാവരും അവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഷൈസാറ് ചെറിയവനെന്നോ വലിയവനോ ഒന്നുമില്ലാതെ എല്ലാവരെയും കേൾക്കാനുള്ള, അതായത് ഒരു സിംപ്ലിസിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി വിനയമായിട്ട് അവരുടെയൊക്കെ താഴേക്ക് ഇറങ്ങി ചെന്ന് അവരെ കേൾക്കാനും ഒപ്പം അവരെ അതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ കപ്പാസിറ്റി ഷൈസാറിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പേഴ്സണൽ വിഷയങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ഹസ്ബൻഡ് ഒരു ഹാർട്ട് ബ്ലോക്ക് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ICUയിൽ കിടക്കുകയുണ്ടായി. ആ സമയത്തൊക്കെ ഷൈസാറ് നിരന്തരം ഹോസ്പിറ്റലിൽ വരികയും എനിക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഒരു എന്താ പറയുന്നത്, ജീവിതത്തിലേക്ക് നമുക്ക് ചില സമയത്ത് നമ്മൾ ബ്ലാങ്കായി പോകുന്ന വിഷയങ്ങളിൽ ഇങ്ങനെയുള്ള ചില ആൾക്കാരുടെ ഒരു പ്രസൻസ് ഉണ്ടാകുമ്പോൾ അത് വലിയൊരു മാറ്റമാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഷൈസാറൊക്കെ ആ സമയത്ത് ചെയ്ത, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ തവണ നമുക്കറിയാം, ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ പേരിന് വേണ്ടി കാണാൻ പോകും. പക്ഷെ അങ്ങനെയല്ല, ഷൈസാറ് ഹോസ്പിറ്റലിൽ വിട്ടതിന് ശേഷവും വീട്ടിൽ സ്ഥിരം സന്ദർശകനായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ഒരു വ്യക്തിത്വം, എവിടെയോ ഒരാൾ നമ്മുടെ ഒരു സഹോദരൻ ഉണ്ടെന്നുള്ളൊരു വലിയൊരു കൺസെപ്റ്റാണ് ഷൈസാറ്. അതിപ്പോഴും ഞങ്ങൾക്ക് എവിടേക്കോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാനാണ് ആഗ്രഹം. ഷൈസാറിന് എല്ലാ ഓർമ്മപ്പൂക്കൾ അർപ്പിക്കുന്നു. അജയ് ഘോഷ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് വഴിയാണ് ഷാജിയുമായി ഞാൻ ബന്ധപ്പെടുന്നതും സൗഹൃദമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിലൊരു സുഹൃത്തുക്കൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ജ്യേഷ്ഠൻ അനുജൻ എന്ന ഒരു ബന്ധത്തിലേക്ക് ഞങ്ങളുടെ ബന്ധം വളരുകയും എന്നോട് ഒരു അനുസരണമുള്ളൊരു അനുജനെ പോലെ എന്നെ ഏറെ ബഹുമാനിക്കുന്ന, എന്ത് കാര്യത്തിനും ഒരു ഉപദേശം തേടുന്ന തരത്തിലുള്ള ഒരു ബന്ധമായി തമ്മിൽ. എന്തായാലും അത് കൂടുതൽ ഗാഠമായത് ഞാൻ ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസിദ്ധീകരണം പ്രതിമാസം ഇറക്കുന്നത് വേണമെന്നുള്ള ഒരു ചിന്ത രൂപപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2014 ഞാൻ അങ്ങനെ ഒരു പ്രസിദ്ധീകരണം അതിൻ്റെ നിയമപരമായിട്ട് അത് രൂപപ്പെടുത്തുകയും അത് പ്രസിദ്ധീകരിക്കുകയും അന്ന് ഞാൻ അദ്ദേഹത്തെ ചീഫ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് കൊണ്ടുവരികയും ഞങ്ങളത് വളരെ, അതായത് ദ്രാവിഡൻ്റെ ചരിത്രം അഥവാ ഇന്ത്യയിലെ ആദിമ ജനതയുടെ ചരിത്രത്തെ മറയില്ലാതെ എഴുതാൻ കഴിഞ്ഞു എന്നതാണ് ആ പ്രസിദ്ധീകരണം കൊണ്ട് ഉണ്ടായ നേട്ടം. അത് ഞാൻ ചരിത്രപരമായി കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് ആ ചരിത്രപരമായ കൃത്യമായ അന്വേഷണം അത് ഉറപ്പാക്കി, അത് തന്നെയാണ് ശരിയെന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ആ പ്രസിദ്ധീകരണത്തിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ മാസവും ഇറക്കുന്നത്. അപ്പം അതിന് എന്നോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് ആ പ്രസിദ്ധീകരണം കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട ജനതയുടെ അടുത്തെത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച എൻ്റെ ഒരു അനിയൻ എന്ന രീതിയിൽ ഞാൻ കാണുന്ന ഒരാളായിരുന്നു ഷാജി. ഇപ്പോൾ പെട്ടെന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കത് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം ഷാജി ഇല്ല എന്ന് പറയുമ്പോൾ ഷാജി ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഈ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എറണാകുളത്തുള്ള മാതാ അമൃതാനന്ദമയുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോവുകയും ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേജർ സർജറി അദ്ദേഹത്തിന് ചെയ്തു. ആ സർജറി ചെയ്ത ഡോക്ടറുമായിട്ട് സർജറിക്ക് മുമ്പേ സംസാരിച്ച ആ ഒരു വിഷയവും
അതിനുശേഷം അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലൊരു ദുരൂഹതയുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതെവിടെയും പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഷാജി എന്ന എൻ്റെ കൂടപ്പുറപ്പിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കാൻ കാരണം ഡോക്ടർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ രാമചന്ദ്രൻ എൻ മേനോൻ എന്നാണ്. അദ്ദേഹം അമൃത മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറിയുടെ ഒരു പ്രൊഫസറാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ബോർഡ് കണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം ഈ ഒരു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഷാജിയുടെ സുഹൃത്താണ്, ഞങ്ങൾ 3 പേരും കൂടി അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്നതാണ് രോഗമെന്ന് പറഞ്ഞു. പക്ഷെ അത് അത്രമാത്രം ഗുരുതരമായ ഒരു അവസ്ഥയിലല്ല. ഇപ്പോഴിത് സർജറി ചെയ്താൽ അദ്ദേഹത്തിന് പൂർണ്ണമായ ആരോഗ്യത്തോടെ തിരിച്ച് പോകാൻ പറ്റും. അതിനൊരുപാട് സമയം വേണ്ട, വളരെ ചുരുങ്ങിയ സമയം മതി എന്ന് പറഞ്ഞ് അവിടെയാണ് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത മേജർ സർജറിക്ക് വിധേയമായ എൻ്റെ സുഹൃത്ത് ഷാജിക്ക് സംഭവിച്ചത്. വളരെ നിസ്സാരമായി ഈ രോഗത്തിന് പൂർണ്ണമായ ശാന്തി വരുമെന്ന് ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് അമൃതയിലെ ഈ രാമചന്ദ്രൻ മേനോൻ എന്ന് പറയുന്ന ഡോക്ടർ അതിന് ഏകദേശം ചെലവ് വരുന്ന തുകയും പറഞ്ഞു. അത് എവിടുന്നെങ്കിലും കണ്ടെത്തിക്കൊണ്ട് ആ ഷാജി എന്ന എൻ്റെ സുഹൃത്തിനെ, എൻ്റെ സഹോദരനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതിയായ ആഗ്രഹത്തിന് എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകുകയും അതിനുവേണ്ടി അങ്ങേറ്റം പരിശ്രമിക്കുകയും ചെയ്തിട്ട് അമൃതയിലെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം 4-ാം ദിവസം നടന്നു. പക്ഷെ വളരെ പെട്ടെന്ന് വീണ്ടും ആ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ഏകദേശം ഒരു 40 ദിവസത്തിനടുത്തായപ്പോൾ അത്ര വലിയ ഗുരുതരമല്ലാത്ത രോഗാവസ്ഥയാണെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് വളരെ സംശയകരമായ ഒന്നാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് തീർച്ചയായിട്ടും ഉത്തരവാദി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മേഖലയിലെ നിയന്ത്രണമില്ലാത്ത, ഭയമില്ലാതെ ആളുകളുടെ പണം പിടുങ്ങുന്ന സ്വകാര്യ ആശുപത്രികളുടെ വളർച്ചയിൽ ഏറ്റവും മുകളിലെത്തി നിൽക്കുന്ന കുറേ ആശുപത്രികളിൽ ഒന്നാണ് അമൃത ആശുപത്രി. ആ അമൃത ആശുപത്രിയുടെ പണം പിടുങ്ങുക എന്ന ആ ഒരു ചിന്തയിൽ മാത്രം പ്രവർത്തിക്കുകയും മനുഷ്യജീവന് തുല്യവിലയും കൽപ്പിക്കാത്ത ഒരു സംവിധാനമാണ് അവിടെ ആത്മീയതയുടെ മറവിൽ എന്നത് എനിക്ക് ബോധ്യപ്പെട്ടു എന്നും ലോകത്തിനോട് വിളിച്ചു പറയാൻ എനിക്ക് യാതൊരു ഭയവും മടിയുമില്ല എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. അവിടെ പണമെന്ന് പറയുന്നത് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഓരോ 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോൾ 10,000, 15,000 മുതലുള്ള ബില്ല് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബില്ലുകൾ അടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഈ 8 മണിക്കൂറിനടുത്ത് ഓപ്പറേഷൻ സമയം എടുത്ത ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ബില്ല് അടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ രോഗി ഞങ്ങൾ ചികിത്സിക്കാതെ മരിച്ചു വീഴുന്നത് നിങ്ങളുടെ കൺമുമ്പിൽ കാണേണ്ടി വരുമെന്ന് പറയുന്ന നിർദാക്ഷിണ്യം, അതായത് മനുഷ്യത്വരഹിതമായിട്ടാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ ഒരു കാരണവശാലും പറയരുതാത്ത ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തന്നെ ആ ബില്ലടയ്ക്കാൻ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ വീടും സ്ഥലവും വിറ്റിട്ടാണെങ്കിലും ഇവിടെ അടയ്ക്കാനുള്ള പണം മുഴുവൻ ഞങ്ങൾ തന്നിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ, നിങ്ങൾ ചികിത്സ മുടക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് ചെവിക്കൊള്ളാതെ സമയബന്ധിതമായി മരുന്ന് കൊടുക്കാതെയും എന്തോ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുമാണ് അദ്ദേഹത്തെ മൃതപ്രായനാക്കിയത്. ഒടുവിൽ ഒരു കച്ചിത്തുരുമ്പ് പോലെ അല്പം ജീവൻ ഉള്ളതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായി അവിടെ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോരുകയാണ്. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, 2 ദിവസം കൂടി നിങ്ങൾ നോക്കൂ, ഒന്ന് സ്റ്റേബിൾ ആകട്ടെ എന്ന് പറഞ്ഞ ആ ഞങ്ങളുടെ സുഹൃത്ത് ഷാജിയെ മൃതപ്രായനാക്കിയാണ് മറ്റ് ചില ഇടപെടലുകൾ നടത്തി കളക്ടറടക്കമുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങൾ ഷാജിയെ അല്പജീവനുള്ളത് ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള അവസരമായി ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നതും, എന്നാൽ
അവിടെ ഒന്നും ചെയ്താൽ അത് ഗുണകരമാകില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തന്നത്. എങ്കിലും എൻ്റെ സൗഹൃദ വലയത്തിൽപ്പെട്ട ചില ഡോക്ടർമാർ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി പണിയെടുത്തുവെങ്കിലും ഒടുവിൽ ഈ മാർച്ച് 11-ാം തീയതി അദ്ദേഹം അകാലത്തിൽ മരണപ്പെട്ടു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയെങ്കിലും ഞാൻ ഈ ചെയ്ത ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന പൊതുസമൂഹം ഇത്തരം സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുമ്പോൾ മതിയായ പണം കയ്യിലില്ലെങ്കിൽ അത്തരമിടങ്ങളിൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. പരമാവധി നമുക്ക് വിശ്വസ്തമായിട്ടുള്ള ഇടങ്ങളിൽ ചികിത്സ തേടാവുള്ളൂ. നമ്മൾ എന്നായാലും ജനിച്ചാൽ ഒരു ദിവസം മരിക്കും. ഇത്രയും ദാരുണമായി ഒരു കാരണവശാലും മരണത്തിലേക്ക് എത്താതിരിക്കുന്ന ഈ സമയത്ത്, ഈ പ്രായത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം കൊല ചെയ്യപ്പെടുകയായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാവരും ഇത്തരം കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. ഇത്തരം അമൃതയടക്കമുള്ള സ്വകാര്യ ആശുപത്രികളിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. ഷാജേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഏകദേശം ഞാൻ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഷാജേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എനിക്ക് ഷാജേട്ടനെ അനിൽ എന്നേ അറിയുള്ളൂ. അനിലെങ്കിൽ എന്നാണ് ആദ്യമായിട്ട് വിളിച്ചിരുന്നത്. അതിനുശേഷം വർഷങ്ങൾക്കിപ്പുറം ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം BSPക്ക് വേണ്ടി നിയമസഭാ ഇലക്ഷൻ മത്സരിക്കുന്ന പോസ്റ്റാണ് പിന്നീട് കാണുന്നത്. പിന്നീട് ഞാൻ പൊതുരംഗത്ത് വന്ന് വിവിധ പ്രസ്ഥാനങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തിന് മുമ്പ് വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മക്കൂട്ടം എന്ന കൂട്ടായ്മയിലേക്ക് ഗസ്റ്റായിട്ട് തന്നെ ക്ഷണിക്കുന്നത്. അതിനുശേഷമുള്ള വർഷത്തിന് ശേഷം പരിചയം പുതുക്കുന്നതും അത് വളരെ ഒരു സാഹോദര്യ ബന്ധത്തിലേക്കും വരുന്നതും. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഷാജേട്ടൻ്റെ സൗഹൃദങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കീപ്പ് ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തെയാണ് ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുള്ളത്. വളരെയേറെ വൈരുദ്ധ്യങ്ങളുള്ള ആൾക്കാരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ളൊരു കരവിരുത് കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർത്തെടുക്കുന്നത്. വിവിധ എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിന് അവസരത്തിലുണ്ടായിരുന്നു. പിന്നീട് ഷാജേട്ടൻ്റെ ആ ഒരു കാര്യത്തിൽ നമ്മളൊരു കൂട്ടായ്മയിൽ നിന്ന് കഴിഞ്ഞാൽ ആത്മാർത്ഥത. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ സുഹൃത്തിനൊരു പ്രശ്നമുണ്ടായാൽ, കൂട്ടത്തിലൊരു സഹപ്രവർത്തനൊരു പ്രശ്നമുണ്ടായാൽ എന്ത് സഹിച്ചും അവിടെ ഒരു നിൽപ്പ് നിൽക്കും, അവരുടെ ഒപ്പം ഒരു നിൽപ്പ് നിൽക്കും. അതാണ് ഷാജേട്ടൻ. ഞാനൊക്കെ വലിയൊരു മേജർ ആക്സിഡൻ്റ് ആയ സമയത്തൊക്കെ ആദ്യം ഹോസ്പിറ്റൽ ഓടിയെത്തും ഷാജേട്ടനാണെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ല, അതാണ് ശരി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, സമയം ഏറ്റവും വാല്യൂ ഉള്ളത് സമയത്തിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമയങ്ങൾ ഏറിയ പങ്ക് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ സൗഹൃദങ്ങൾക്കും സഹപ്രവർത്തകർക്കും കൂടിയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് വലിയൊരു സ്വപ്നമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കൂട്ടം എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മ. അതൊരു വലിയ ട്രസ്റ്റായി ഒരു ചാരിറ്റി, വലിയ ചാരിറ്റികൾ ചെയ്യുക, ഒരുപാട് പേരെ സഹായിക്കുക, വീട് കിടക്കുന്നത് താങ്ങായി മാറുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്വപ്നങ്ങൾ ഷാജേട്ടനുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നേക്ക് മാറി അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അത് വലിയൊരു ഷോക്കായിരുന്നു. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നത്തിനൊപ്പം നമുക്ക് നിൽക്കാൻ തയ്യാറായിരുന്നു. നമ്മളൊക്കെ നിൽക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിയോഗം ശേഷിക്കുന്നവർ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാസമാഹാരത്തിന് അങ്ങനൊരു പേര് കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അറം പറ്റിപ്പോയോ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹം എല്ലാവരെയും ശേഷിക്കുന്നവരാക്കി കൊടുക്കുമ്പോഴേക്ക് പോകുമ്പോൾ അദ്ദേഹം ബാക്കി വെച്ചിട്ട് പോയ കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ പൂർത്തിയാക്കേണ്ട അതൊക്കെ പൂരിപ്പിക്കേണ്ട ഒരു കടമ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ നിലയ്ക്കും സഹപ്രവർത്തകർ നിലയ്ക്കും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സഹചാരികളെ നിലയ്ക്കും നമ്മിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ തോന്നിയിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തെ പെട്ടെന്ന് മുന്നോട്ട് പോകുമെന്നൊരു വിചാരം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരും, റിക്കവർ ചെയ്ത് വരും, നമ്മോടൊപ്പം കൂടും, അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമങ്ങളിൽ നമ്മെല്ലാവരും ഒന്നിച്ചുണ്ടാവും എന്നൊക്കെയായിരുന്നു നാം വിചാരിച്ചത്. പക്ഷേ ഇത്ര പെട്ടെന്ന് പോക്ക് അദ്ദേഹത്തിന് ഉണ്ടാവുന്നു ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തായാലും ഇത്രമാത്രം സൗഹൃദങ്ങൾക്കും സ്നേഹത്തിനും കൂട്ടായ്മയ്ക്കും ഒക്കെ വില കൊടുത്തിരുന്ന മനുഷ്യൻ. ആ ഒരു വിയോഗം തന്നെയാണ്. ഷാജേട്ടനും എന്നും
അദ്ദേഹം ഷാജി ദ്രാവിഡ് എന്നുള്ള ആ ഒരു ഇൻഫോർമേഷൻ, ജാതി മതേതരത്തിനപ്പുറത്തേക്കൊരു പേര് ഷാജി ദ്രാവിഡ് അദ്ദേഹം വന്ന് വിളിക്കുമ്പോൾ അതിലൊരുപാട് വലിയൊരു നവോത്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ എന്നും ഷാജി ദ്രാവിഡായിട്ട് തന്നെ ഉദ്ധരിക്കും. അദ്ദേഹം എന്നും ഓർമ്മയുണ്ടാവും. ഷാജി ദ്രാവിഡും ഞാനും തമ്മിലുള്ള സൗഹൃദം വളരെ കാലം മുമ്പ് തുടങ്ങുന്നതാണ്. തിരുവല്ലയിലെ തിരുവല്ല സംഘം ഡൈനാമിക് ആക്ഷൻ മൂവ്മെൻറ്റിനകത്ത് ഷാജി വരുമ്പോഴാണ് ഷാജിയുമായിട്ടുള്ള സൗഹൃദം, ഷാജിയെ അറിയുന്നത്. പിന്നീട് പലപ്പോഴും ഷാജിയെ കാണുമായിരുന്നു. ഷാജി എന്ന് പറയുന്ന ആളെ ഞാൻ അനുസ്മരിക്കുമ്പോൾ ഒരു മനുഷ്യ വ്യക്തിത്വം ക്രമാനുഗതമായിട്ടാണ് വികസിക്കുന്നത്. ഇടർച്ചകളും പരിമിതികളുമുള്ള മനുഷ്യനായിരുന്നു ഷാജി. ഷാജി ഒരു സമ്പൂർണ്ണനായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഒരു മകൻ, ഒരച്ഛൻ, കാമുകൻ, ഭർത്താവ്, സുഹൃത്ത്, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നീ നിലകളിലൂടെയുള്ള വികാസമാണ് ഷാജി ജോർജ് എന്ന ഷാജി ദ്രാവിഡിലേക്കുള്ള അയാളുടെ പ്രയാണം. അയാളൊരു കമ്മ്യൂണിസ്റ്റായിരുന്നു. അവിടെ നിന്നാണ് അയാൾ അംബേദ്കറേറ്റ് ആശയങ്ങളിലേക്ക് വരുന്നത്. ജീവിതത്തിലും അയാൾ സ്വയം അപനിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ അപനിർമ്മിതിയുടെ ഭാഗം എത്രത്തോളം അയാൾക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാകുന്നില്ല. മരണം അയാളെ അകാലത്തിൽ കൊണ്ടുപോയി. എങ്കിലും അയാൾ ക്രമാനുഗതമായി ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ അയാൾ സ്വയം മാറിത്തീരാൻ ശ്രമിച്ചിട്ടുണ്ട്. തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലെ ഇടർച്ചകളെയും പരിമിതികളെയും ഒക്കെ മറികടക്കാനുള്ള ശ്രമം അയാൾ നടത്തിയിട്ടുണ്ട്. അതെത്രത്തോളം പൂർണ്ണമായി എന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഷാജി ജോർജിൽ നിന്ന്, ഒരു കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് ഒരു അംബേദ്കറേറ്റിലേക്ക് എത്താൻ കഴിയുന്ന ഒരാളെ പ്രയാണം, ഒരാളെ സ്വയം അപനിർമ്മിക്കൽ, അതാണ് ഷാജി ജോർജിൻ്റെ ഓർമ്മയിൽ, ഷാജി ജോർജിനെ ഓർത്തെടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ആ ഷാജി ജോർജിനെയാണ്, ഷാജി ദ്രാവിഡിലേക്ക് എത്തിയ ഷാജി ജോർജിൻ്റെ ആ ക്രമാനുഗതമായ വികാസമാണ്, വളർച്ചയാണ് ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുന്നത്. ആ നിലയിൽ ഷാജി ജോർജിൻ്റെ ആ സ്വയം നിർമ്മിക്കാനുള്ള എൻ്റെ പേര് മധുപോൾ. ഞാൻ ശ്രീ ഷാജി ജോർജ് ദ്രാവിഡിൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നത് 2012-13 കാലഘട്ടത്തിലാണ്. വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്തായിരുന്ന സത്യൻ കോമല്ലൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്തുമായി ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അവിടെ വെച്ചാണ് ഞാൻ പ്രിയ സഹോദരൻ ഷാജിയെ പരിചയപ്പെട്ടത്. ആ പരിചയം ഇങ്ങനെ പുതുക്കി മുൻപോട്ട് പോയി. ഏതാണ്ടൊരു 3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം രൂപീകരിച്ച ഓർമ്മക്കൂട്ടം എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ എന്നെ ആഡ് ചെയ്യുകയും, സാറേ അതിലെ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് നിരന്തരം എന്നോട് പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ശ്രീ ഷാജി. അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തിലേക്ക് കൂടുതൽ എന്നെ അടുപ്പിക്കുവാൻ കാരണമായി. ഒന്ന്, അദ്ദേഹം നിരന്തരം എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം വളരെ ബലപ്പെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അദ്ദേഹം ചില ചർച്ചകൾ ആ ഗ്രൂപ്പിലെ ആ വാട്സപ്പ് ഗ്രൂപ്പിലെ ചില ചർച്ചകൾക്ക് എന്നെ വിളിക്കുമായിരുന്നു. അതെനിക്ക് വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം, സാറിൻ്റെ അനുഭവത്തിൽ, എന്നോട് ഞാൻ പറഞ്ഞ കാര്യം, സാറിൻ്റെ അനുഭവത്തിൽ ഏറ്റവും സാറിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു അനുഭവം എന്താണ് എന്ന് ഗ്രൂപ്പിൽ ഒന്ന് അവതരിപ്പിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗ്രൂപ്പിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ വിവരിക്കുകയും ചെയ്തു. അന്നു മുതൽ ഞാനും ഗ്രൂപ്പിൽ വളരെ സജീവമാകുകയും സമൂഹത്തിലെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഏത് വിധത്തിലാണെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിൽ പ്രധാനമായത് ഒന്ന്, സാമൂഹിക പ്രശ്നങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഒന്ന്.
2 കലാപരമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ. കലയോട് അത്ര താല്പര്യമുള്ള ആളല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എന്നെ ചിന്തിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടപ്പറപ്പിൻ്റെ ഷാജി ദ്രാവിഡിൻ്റെ വേർപാടിൻ്റെ ആ ദുഃഖം അനുഭവിക്കുന്ന ഈ വേളയിൽ അദ്ദേഹം നമുക്ക് നൽകിയ ചില സന്തോഷകരമായ നിമിഷം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുക കൂടി ചെയ്യുന്ന ഒരു നിമിഷമാണ്. നമുക്കറിയാം, നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ വിവിധ തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന വ്യക്തികളാണ്. അച്ഛനായും സഹോദരനായും കൂടപ്പിറപ്പായും കാമുകനായും ഭർത്താവായും അമ്മായിയച്ഛനായും മരുമകനായും ഒക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഈ ഒരു മേഖലയിലൂടെ തന്നെ കടന്നു പോകുന്നതാണ്. പക്ഷേ ഏതൊക്കെ മേഖലകളിൽ കടന്നു പോയാലും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അനേക ആൾക്കാരുടെ മനസ്സിൽ ഇടം നൽകുന്ന ഒരു മേഖലയാണ് സൗഹൃദം എന്ന് പറയുന്നത്. നമുക്കറിയാം, ധാരാളം സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും അപ്രകാരം തന്നെ ഒരു നല്ല മാറ്റം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ ഷാജി ദ്രാവിഡ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ഏകദേശം 10-22 വർഷത്തിന് പഴക്കം, അല്ലെങ്കിൽ 10-22 വർഷക്കാലമായി ഒരു നല്ല സൗഹൃദം അദ്ദേഹവുമായിട്ട് എനിക്ക് സ്ഥാപിക്കുവാൻ തക്ക കഴിഞ്ഞു എന്നുള്ള ഒരു ചാടിതാത്തിൽ ഞാൻ നിൽക്കുമ്പോൾ, ഒരുപാട് സൗഹൃദങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ 5 പേർ ഉണ്ടെങ്കിൽ ആ 5 പേരിലെ ഒരു വ്യക്തി ഷാജി ദ്രാവിഡാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എന്ത് കാര്യം ഉണ്ടായാലും അതിൽ ഷാജി എന്ന് പറയുന്ന ആളിനെ വിളിച്ച് അഡ്വൈസ് തേടുകയും അതുപോലെ തന്നെ എൻ്റെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം വന്ന് സംബന്ധിക്കുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഷാജി ദ്രാവിഡ്. ഇന്ന് അദ്ദേഹം നമ്മെ വിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തിയ പോലെ ശേഷിക്കുന്നവർ, ആ ഒരു വാക്ക് തന്നെ അക്ഷരത്തിൽ അത് ആ വാക്കിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഫീലിംഗ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുക. ശേഷിക്കുന്നവരെ, ബാക്കിയുള്ളവരെ, അതിൽ ശേഷിക്കുന്നതായിട്ടുള്ള നമ്മളെ ഒരു വട്ടം നല്ല സൗഹൃദങ്ങളെ ബാക്കി നിർത്തിയിട്ട് അദ്ദേഹം നമ്മെ വിട്ട് പിരിയുമ്പോൾ അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ചില നല്ല ഓർമ്മകൾ, ചില കാഴ്ചപ്പാടുകൾ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം നമ്മളെ വിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തക്കണം കഴിഞ്ഞു എന്നുള്ളത് അറിയാൻ കഴിയും. മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന, അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കൺസെപ്റ്റാണ് ഓർമ്മക്കൂട്ടം എന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന രീതിയിൽ നമ്മൾ ഇന്ന് പ്രവർത്തിക്കുകയും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സൗഹൃദ കൂട്ടായ്മയായി ഓർമ്മക്കൂട്ടം വാട്സപ്പ് കൂട്ടായ്മ മാറുകയും പിന്നീട് ഇത് ഓർമ്മക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റിയായി രൂപാന്തരപ്പെടുകയും അതുപോലെ തന്നെ എല്ലാവിധമായിട്ടുള്ള രജിസ്ട്രേഷനും സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തി ഓർമ്മക്കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെ ഓർമ്മക്കൂട്ടം ചാരിറ്റബിൾ സൊസൈറ്റി എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്ത് ഇന്ന് പ്രവർത്തിക്കപ്പെടുമ്പോൾ അദ്ദേഹം അതിലൂടെ നൽകപ്പെട്ടുള്ള സന്ദേശങ്ങൾ ഒരുപാട് പേരെ സാമൂഹ്യപരമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ വിവിധ തലങ്ങളിൽ പ്രയാസം അനുഭവിക്കപ്പെടുന്ന, ദുഃഖം അനുഭവിക്കപ്പെടുന്ന രോഗത്തിന് എനിക്ക് ഷാജി ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. അത് വ്യക്തിപരമായി രാഷ്ട്രീയപരമായി എങ്ങനെ നോക്കിയാലും എനിക്ക് ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം കലഹിച്ചാണ് ഞങ്ങൾ സൗഹൃദം ആരംഭിക്കുന്നത്. പരസ്പരം വെല്ലുവിളിച്ചും പോരടിച്ചുമാണ് ഞങ്ങൾ സൗഹൃദം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സൗഹൃദത്തിന് പിൽക്കാലത്ത് വലിയ ആഴമുണ്ടാകുകയും എൻ്റെ പൊതുജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഘട്ടത്തിൽ എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താവ് എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശൂരനാട് കലാപവുമായി ബന്ധപ്പെട്ട് ഈ പാവപ്പെട്ട ആളുകളെ പോലീസ് തല്ലി ഒഴിച്ചപ്പോൾ ഞാൻ ഒരു 10-68 ദിവസത്തോളം നിരന്തരമായി ക്യാമ്പ് ചെയ്ത് നിൽക്കേണ്ട സാഹചര്യമുണ്ടായി.
ചില ദിവസങ്ങളിൽ എന്നോടൊപ്പം തന്നെ സഞ്ചരിച്ച ആളാണ് ഷാജിദ് രാവുകൾ, അത് രാത്രിയും പകലും ഒന്നില്ലാതെ. അതുപോലെ തന്നെ പന്തളത്ത് ഒരു കുട്ടിയുടെ സ്കൂൾ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ എന്നോടൊപ്പം അവിടെ വരികയും ഞങ്ങൾ ഒന്നിച്ചാണ് ആ പ്രശ്നത്തിൽ പരിഹാരം കാണുകയും ചെയ്തത്. അങ്ങനെ എന്നോടൊപ്പം തന്നെ നിന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് എന്ന് പറയുന്നത് വ്യക്തിപരമായി ഞാൻ വലിയൊരു നഷ്ടമായിട്ടും രാഷ്ട്രീയപരമായി അതിനേക്കാളും വലിയൊരു നഷ്ടമായിട്ടാണ് ഞാനത് കാണുന്നത്. എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ഇലക്ഷൻ ചീഫായിരുന്നു. പക്ഷേ ഒരു കുടുംബ സുഹൃത്തിനെ പോലെയാണ് ആദ്യ അവസാനം എന്നോടൊപ്പം സഞ്ചരിച്ചത്. എൻ്റെ പണമില്ലാതിരുന്നിട്ട് പണം കണ്ടെത്തുന്നതിൽ, എനിക്ക് ചില ദിവസങ്ങൾ ഡ്രസ്സില്ലാതെ വരുമ്പോൾ ആ ഡ്രസ്സ് ഉണ്ടാക്കി തരുന്നതിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ, ഒരു ഇലയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, അതിശോക്തിയല്ല, ഒരു ഇലയിൽ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരു ദിവസം 2 നേരം. ഞങ്ങൾ അതുപോലെ ഒന്നിച്ചാണ്. അതുപോലെ തന്നെ ഒരു പുസ്തകം എഴുതത്തക്ക രീതിയിൽ ഒരു യാത്ര അനുഭവം ഞങ്ങൾക്ക് പറയാനുണ്ട്. 31 ദിവസം തുടർച്ചയായി യാത്ര ചെയ്ത അനുഭവം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല സുഹൃത്താണ്. പിന്നെ അദ്ദേഹം ഇവിടെ ഒരു ഓർമ്മക്കൂട്ടം എന്ന് പറയുന്ന ഒരു 2020 ജനുവരി മാസത്തിലാണ് ഞാൻ ഷാജിദ് രാവുകൾ എന്ന് പറഞ്ഞ മനുഷ്യനെ പരിചയപ്പെടുന്നത്. മനുഷ്യനെന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഒരു ഉന്നതമായ പദവിയിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. സ്നേഹത്തിനായാലും സൗഹൃദത്തിനായാലും സൗഹൃദത്തിലായാലും അത്രയധികം വില അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഒരു സമൂഹത്തിന് വേണ്ടി ജീവിച്ച് ഒരു സമൂഹത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്രമാത്രം സ്നേഹവും സൗഹൃദവും അദ്ദേഹം ഓർമ്മക്കൂട്ടം എന്ന ചാരിറ്റബിൾ സൊസൈറ്റിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരുപാടുണ്ട്. നമുക്ക് പറയാൻ വാക്കുകളിൽ ഒതുങ്ങില്ല അദ്ദേഹത്തെക്കുറിച്ച്. അത്രമാത്രം നമ്മളെ ഓരോരുത്തരെയും അദ്ദേഹം ചേർത്ത് നിർത്തിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ടും എനിക്ക് അദ്ദേഹത്തിനോട് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടതായിട്ടാണ്. കാരണം എൻ്റെ കൂടെ ജനിക്കാതെ പോയ ഒരു സഹോദരൻ തന്നെയായിരുന്നു ഷാജിദ് രാവുകൾ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ കൂടെ ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഒക്കെയും നമ്മുടെ കൂടെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ ചേർന്ന് നിന്നൊരു വ്യക്തിയെന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായ ഈ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൽ അത്രമാത്രം നിറച്ച് സ്നേഹവും സൗഹൃദവും സാഹോദര്യവും ഒക്കെ തന്നിട്ടാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയത്. പക്ഷേ അദ്ദേഹം മൺമറഞ്ഞു പോയതല്ല, അദ്ദേഹത്തെ നമ്മളിൽ നിന്നും മൺമറഞ്ഞു പോക്കിയതാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. കാരണം ഇനിയും നമ്മളോട് കൂടെ അനേക ദിവസങ്ങൾ ജീവിച്ചിരിക്കേണ്ട ഒരു വ്യക്തി ഇന്ന് അദ്ദേഹം ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് മണ്ണോട് ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഈ അസുഖം മാത്രമല്ല, ഹോസ്പിറ്റലുകാരുടെ നാസ്ത കൂടിയാണ്. അത് ഞാൻ പറയും. അത് എങ്ങനെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അമൃത ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ച പിഴവ് കൊണ്ട് തന്നെയാണ് ഷാജിദ് രാവുകൾ എന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്നും മൺമറഞ്ഞു പോയത്. അതിനെ തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യണം. അത് എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി ജീവിച്ചൊരു വ്യക്തി ട്രീറ്റ്മെൻറ്റുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുകയും ആ ട്രീറ്റ്മെൻറ്റിൽ പൂർണ്ണ സുഖം പ്രാപിക്കും എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷം അദ്ദേഹത്തിന് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. എങ്ങനെ, എന്ത് സാഹചര്യത്തിൻ്റെ പേരിൽ, എന്തിൻ്റെ പേരിൽ, എങ്ങനെ, സാമ്പത്തികത്തിൻ്റെ പേരിലോ അതോ ട്രീറ്റ്മെൻറ്റിൻ്റെ അപാകത എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടുപോയി. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടം തന്നെയാണ് ഷാജിദ് രാവുകൾ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങളെ വിട്ടുപോയത്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും സൗഹൃദവും ഏറ്റവും കൂടുതലും അനുഭവിച്ചിട്ടുള്ള വ്യക്തികൾ ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളായിട്ടാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം അത്രയും മനസ്സിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ഇല്ലാതാവുക ഞാൻ വിശ്വസിക്കുന്നില്ല. ഷാജിദ് രാവുകൾ നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഞങ്ങളുടെ ഒരു ഭാഗമായിട്ട് എപ്പോഴും അദ്ദേഹം ഞങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കൂടുതലൊന്നും പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അദ്ദേഹത്തിനോട് ഞങ്ങൾ അതിനുശേഷം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം തോന്നിയൊരു കാരണം, ഞാൻ പാട്ട് പാടുന്നതല്ല. എൻ്റെ പാട്ടിനെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, സാറെന്താ പാടാത്തത്, സാറ് നാളെ ഒന്ന് പാടണം. അപ്പോൾ എപ്പോഴും എൻ്റെ ശബ്ദത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആ പാട്ടിനെക്കുറിച്ചൊക്കെ, എൻ്റെ പാട്ടിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു പാട്ട് പാടുന്നതുകൊണ്ടാവാം എന്നോട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ സൗഹൃദം ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
മിക്കപ്പോഴും എന്നെ വിളിക്കും, സാറേ ഇന്ന സമയത്താണ് പാട്ട് വേണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും സാറേ ഇതുപോലെ എനിക്ക് സമയമില്ല. കുഴപ്പമില്ല സാറേ, ഞാൻ പറയും സാറേ പാട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കുമെന്ന് പറയും. സാറ് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം കേട്ടാൽ പോരെ, സാറിന് എന്തെങ്കിലും ഒരു പ്രാവശ്യം കേട്ടാൽ പോരെ, പാട്ട് പഠിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. കാരണം അദ്ദേഹത്തിനോട് എന്നോടൊരു വിശ്വാസമുണ്ട്. കാരണം എനിക്ക് എന്തോ പെട്ടെന്ന് പഠിക്കാൻ പറ്റും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അപ്പം ഞാൻ പറയും സാറേ അങ്ങനെ പഠിക്കാൻ പറ്റില്ല, വലിയ ടഫുള്ള പാട്ടാണ് സാർ എനിക്ക് തരുന്നത്. എനിക്കെപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് തരുന്ന പാട്ടുകൾ വളരെ സെലക്ട് ചെയ്ത്. അപ്പോൾ എന്നോട് പറയും സാറേ ആ സാറിനായതുകൊണ്ടാണ് ഞാൻ ആ പാട്ട് വന്നത്. കാരണം എനിക്ക് എന്നിൽ അങ്ങനൊരു കോൺഫിഡൻസ് ഉണ്ട്. സാർ ആ പാട്ട് ഞാൻ പാടും, എനിക്കറിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് പാടും എന്നൊക്കെയുള്ളൊരു വലിയൊരു വിശ്വാസം സാറിന് എന്നെക്കുറിച്ചുണ്ടായിരുന്നു. പിന്നെ സാറിനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ അനുസ്മരണത്തിന് പലരും പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിനെ സംബന്ധിച്ച്. എൻ്റെ പേര് അമ്മു എന്നാണ്. ഞാൻ ഷാജാറിനെ പരിചയപ്പെട്ടിട്ട് 7 വർഷം കഴിഞ്ഞത് 8ാമത്തെ വർഷമാണ്. ഈ 8 വർഷത്തിനുള്ളിൽ ഒരു സഹോദരൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരാളാണ് ചേട്ടായി. ഞാൻ ചേട്ടായി എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഓർമ്മക്കൂട്ടത്തിൽ പരസ്പരം എല്ലാവരും ബഹുമാനാർത്ഥം സാറെന്നാണ് വിളിക്കുന്നത്, അല്ല മേഡം എന്ന് വിളിക്കും. പക്ഷെ ഞാൻ അങ്ങനല്ല, ചേട്ടായി എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓർമ്മക്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ ഒരു സമൂഹത്തിന് തന്നെ വേണ്ട ഒരാളായിരുന്നു ചേട്ടായി. പക്ഷേ എന്തുകൊണ്ടോ ഈ ചേട്ടായിക്ക് എന്താണ് അസുഖം എന്നുള്ളത് മനസ്സിലായില്ല. ഈ കോവിഡ് കഴിഞ്ഞതിൽ പിന്നെ ചേട്ടായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മ എൻ്റെ സൗണ്ടിന് എന്തോ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ വയറിന് ഭയങ്കര പുകച്ചിലൊക്കെ, ഇതെന്താണെന്ന് അറിയത്തില്ല. അപ്പം ഗ്യാസ്ട്രോയുടെ ഒരു ഡോക്ടറെ കാണണം. എന്നോട് ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട്. പണ്ടാനി മെഡിക്കൽ കോളേജിൽ ഗ്യാസ്ട്രോയുടെ ഡോക്ടർ എപ്പോഴാണ് ഉള്ളത്. അപ്പം നമ്മളത് അന്വേഷിച്ചിട്ട് നമ്മൾ ആ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇട്ടു കൊടുക്കും. പക്ഷേ എങ്കിൽ പോലും ചേട്ടായി അങ്ങനെ പോയില്ല. ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോഴത്തേക്കിനങ്ങ് നമ്മുടെ കൈവിട്ട് പോയി. ഒരിക്കലും എന്താണ് ഇതിന് പറയേണ്ട വാക്കുകളെന്ന് പോലും നമുക്കറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, എനിക്ക് അതിന് പറ്റുന്നില്ല ചേട്ടാ.